നമസ്കാരം സുഹൃത്തുക്കളെ. പാകിസ്ഥാന് എതിരെയുള്ള ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂർ അമേരിക്കയുടെ മീഡിയേഷനിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി രാജ്യത്തിന്റെ സേനയുടെയും രാജ്യത്തെ ജനങ്ങളുടെയും ആത്മവീര്യം ചോർത്തിക്കളയുകയും ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ അല്പമെങ്കിലും ഉണ്ടായിരുന്ന വില കൂടി ഇല്ലാതാക്കി കളയുകയും ചെയ്തിട്ട് എങ്ങനെയും ജനങ്ങളെ മറിച്ച് ബോധ്യപ്പെടുത്തി തനിക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള മോദിയുടെ തരംതാണ കളികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി കഴിഞ്ഞ 2 ദിവസങ്ങളായി ഗുജറാത്തിൽ എങ്ങും റോഡ് ഷോയും റാലികളുമായി ഇറങ്ങിയിരിക്കുകയാണ് മോദി. അങ്ങനെയുള്ള ഒരു സമ്മേളനത്തിൽ വെച്ച് പറയുന്ന വലിയ വലിയ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, കാര്യങ്ങൾ വ്യക്തമായി തെളിവുകൾ സഹിതം വിവരിക്കുന്ന ചാനലുകൾ വളരെ വിരളമാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാൽ നമ്മുടെ ചാനൽ ഓരോ വീഡിയോകളിലും പറയുന്ന കാര്യങ്ങൾക്ക് ക്രെഡിബിൾ ആയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആധികാരികമായ തെളിവുകൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല, മറിച്ച് ജനങ്ങളെ വ്യക്തമായി സത്യസന്ധമായി കാര്യങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം. അങ്ങനെ വിവേകമുള്ള, ചിന്താശക്തിയുള്ള, അറിവുള്ള, സംസ്കാരമുള്ള ഒരു സമൂഹം വളർന്നു വരുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനാൽ വീഡിയോകൾ കഴിയുന്നതും മുഴുവനായി കാണാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ് കേണൽ സോഫിയ ഖുറേഷിയുടെ ഫാമിലിയെ കളക്ടറെ കൊണ്ട് വിളിപ്പിച്ച് വഴിസൈഡിൽ നിർത്തി മോദിയുടെ റോഡ് ഷോയിൽ മോദിക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തിച്ചത്. ഇത്രയും തരംതാണ പ്രവൃത്തി കാണിച്ച മോദി ഇനി എത്രത്തോളം തരം താഴും എന്ന് ഏവരും അതിശയിക്കുന്നുണ്ടാവാം. എന്നാൽ നരേന്ദ്രമോദിക്കും മോദിയെ കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്യുന്ന മന്ദഭക്തർക്കും ഇതെല്ലാം മാസ്റ്റർ സ്ട്രോക്ക് ആണ്. 26-ാം തീയതി ഗുജറാത്തിൽ ഒരു വലിയ റാലിയിൽ വെച്ച് മോദി നടത്തുന്ന അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇവിടെ മോദിയുടെ പ്രസംഗം കേട്ടുകൊള്ളൂ. आज 26 मई का दिन है. साल 2014 में आज के ही दिन पहली बार मैंने प्रधानमंत्री के तौर पर शपथ ली थी. तिरंगा चाहिए. മോദി പ്രസംഗം ആരംഭിക്കുന്നത് 11 വർഷങ്ങൾക്ക് മുൻപ് ഇന്നേ ദിവസം മെയ് 26-ാം തീയതിയാണ് മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് എന്ന് പറഞ്ഞാണ്. അതായത് രാജ്യത്തിന്റെ അധപതനം തുടങ്ങിയിട്ട് 11 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മോദി ചെയ്തത്. അധപതനത്തിന്റെ ഏറ്റവും വലിയ പടുകുഴിയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. എന്നാൽ മോദി ഇത് പറയുന്നത് കേട്ട് ഉദ്ദേശിക്കുന്ന പ്രതികരണം ജനങ്ങളിൽ നിന്ന് വരുന്നില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? അതിനാൽ മോദി തന്നെ പറയുകയാണ് എല്ലാവരും കൂടി കൊടി ഉയർത്തി വീശി കാണിക്കണം എന്ന്. ഗുജറാത്തിലെ ജനങ്ങൾ തന്നെ ഈ കോമാളിക്കളികളെല്ലാം കണ്ട് മടുത്തിരിക്കുകയാണ് എന്ന് ഇത് വ്യക്തമാക്കുകയാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം താറുമാറായി. തൊഴിലില്ലായ്മ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിലയിൽ എത്തി നിൽക്കുന്നു. തൊഴിൽ ഉള്ളവർക്ക് പോലും അവരുടെ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ തൊഴിലോ അതിന് അനുയോജ്യമായ വേതനമോ ലഭിക്കുന്നില്ല. രാജ്യത്തെ ജനങ്ങളുടെ നട്ടലൊടിച്ച് വിലക്കയറ്റം അതിരൂക്ഷമായി തുടരുകയാണ്. കള്ളക്കണക്കുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയിട്ടും GDPയുടെ വളർച്ച വളരെ പരിതാപകരമാണ്. അപ്പോൾ കൃത്യമായി കണക്കാക്കിയാൽ എത്ര ദയനീയമായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇനി മോദി തുടർന്ന് പറയുന്നത് കേട്ടുകൊള്ളൂ. आपके इस आशीर्वाद की शक्ति से मैं दिन रात देशवासियों की सेवा में जुटा रहा. നിങ്ങളുടെ ആശീർവാദത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ രാത്രിയും പകലും രാജ്യത്തെ സേവിക്കുന്നതിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. എന്ത് സേവനമാണ് കഴിഞ്ഞ 11 വർഷങ്ങളായി മോദി നടത്തിയിട്ടുള്ളത് എന്ന് ഇപ്പോൾ മനസ്സിലാകാത്തത് പരിപൂർണമായി തലച്ചോറില്ലാത്ത മന്ദഭക്തന്മാർക്ക് മാത്രമാണ്. इन वर्षों में देश ने वो फैसले लिए जो अकल्पनीय थे, अभूतपूर्व है. इन वर्षों में देश ने दशकों पुरानी बेड़ियों को तोड़ा है. ഈ വർഷങ്ങളിൽ രാജ്യം ചിന്തിക്കാനാവാത്ത അഭൂതപൂർവമായ തീരുമാനങ്ങളാണ് എടുത്തത്. ഈ 11 വർഷങ്ങളിൽ രാജ്യം ദശകങ്ങളായുള്ള ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു. അങ്ങനെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞതുകൊണ്ടാണ് ഈ 2025-ൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കാരെ ചങ്ങല കൊണ്ട് പൂച്ചുവിലങ്ങണിയിച്ച് മിലിറ്ററി ഫ്ലൈറ്റിൽ തീവ്രവാദികളെ എന്ന പോലെ ഇറക്കി വിടുന്നത്. देश हर सेक्टर में आगे बढ़ा है. आज देश निराशा के अंधकार से निकलकर विश्वास के उजाले में तिरंगा फहरा रहा है.
രാജ്യം എല്ലാ സെക്ടറിലും മുന്നേറി. ഇന്ന് രാജ്യം നിരാശയുടെ അന്ധകാരത്തിൽ നിന്ന് പുറത്തുവന്ന് പ്രത്യാശയുടെ പ്രകാശത്തിൽ ത്രിവർണ്ണക്കൊടി വീശുകയാണ്. അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുകൊണ്ടാണ് ട്രംപിന്റെയും മറ്റ് ലോക നേതാക്കളുടെയും മുൻപിൽ മുട്ടുമടക്കി രാജ്യത്തിന്റെ അഭിമാനം പണയം വെച്ച് രാജ്യത്തെ പടുകുഴിയിലാക്കിയത്. ഇന്ന് ഇന്ത്യക്ക് സുഹൃത്തുക്കൾ ആരുമില്ല. ആകെയുള്ള സുഹൃത്ത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ മാത്രമാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങൾ ഒന്നും നമ്മെ പിന്തുണച്ചില്ല. അമേരിക്കയോ ജപ്പാനോ UK-യോ ഓസ്ട്രേലിയയോ ന്യൂസിലൻഡോ യൂറോപ്യൻ രാജ്യങ്ങളോ ഒന്നും നമ്മെ പിന്തുണച്ചില്ല. അതുമാത്രവുമല്ല, മോദിയും കൂട്ടരും കാരണം വിദേശങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ വില ഏതാണ്ട് പരിപൂർണമായി ഇല്ലാതായിരിക്കുകയാണ്. आज हम 140 करोड़ भारतीय मिलकर अपने देश को विकसित भारत बनाने के लिए जी जान से जुटे हैं. ഇന്ന് 140 കോടി ഇന്ത്യക്കാർ ഒത്തൊരുമയോടുകൂടി ഇന്ത്യയെ വികസിത ഭാരതമാക്കാൻ ജീവൻ മറന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് സൗത്ത് ഇന്ത്യയിൽ ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏത് ഹൈന്ദവ ആഘോഷം നടക്കുമ്പോഴും വിദ്യാഭ്യാസവും വിവേകവും ലവലേശമില്ലാത്ത കിരാതന്മാരായ സംഘികൾ മുസ്ലിം പള്ളികളുടെയും ക്രിസ്ത്യൻ പള്ളികളുടെയും മുൻപിലും ഉള്ളിലും കിടന്ന് ഡാൻസ് കളിക്കുകയും അവിടെ കാവിക്കൊടി ഉയർത്തുകയും ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഹൈന്ദവരല്ല, മറിച്ച് ഹിന്ദുക്കളുടെ മഹത്വം എന്തെന്ന് അറിയാത്ത വെറും സംഘികൾ മാത്രമാണ്. देश की तरक्की के लिए जो कुछ भी चाहिए वो हम भारत में ही बनाएं, ये आज के समय की मांग है. രാജ്യത്തിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്നത് ഇന്നത്തെ സമയത്തിന്റെ ആവശ്യകതയാണ്. അതിനോട് ഞാൻ പരിപൂർണമായി യോജിക്കുന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പറയുന്നതാണ് കേൾക്കേണ്ടത്. भारत आज तेज गति से मैन्युफैक्चरिंग की दुनिया में आगे बढ़ रहा है. देश की जरूरत के सामान का निर्माण हो या फिर दुनिया के अलग अलग देशों में हमारे देश के बनी हुई चीजों का एक्सपोर्ट, ये सारा लगातार बढ़ रहा है. आज हम स्मार्टफोन से लेकर गाड़ियां, खिलौने, सेना के अस्त्र शस्त्र, दवाएं, ऐसा बहुत सारा सामान दुनिया के देशों में निर्यात कर रहे हैं. രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങളുടെ നിർമ്മാണത്തിൽ മാത്രമല്ല, ലോകത്തിൽ മറ്റ് രാജ്യങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച് കയറ്റി അയക്കുന്നത് കുത്തനെ വർദ്ധിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ സ്മാർട്ട് ഫോൺ മുതൽ വാഹനങ്ങൾ, കളിപ്പാട്ടങ്ങൾ, സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങൾ, മരുന്നുകൾ, ഇങ്ങനെ വളരെയധികം സാധനങ്ങൾ ലോകത്തിലെ വളരെയധികം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. इतना ही नहीं, आज भारत रेल, मेट्रो और इसके लिए जरूरी टेक्नोलॉजी खुद बनाता भी है और दुनिया में एक्सपोर्ट भी करता है. ഇത് മാത്രവുമല്ല, റെയിൽ, മെട്രോ, അതിനാവശ്യമുള്ള ടെക്നോളജികൾ എന്നിവ സ്വയം നിർമ്മിക്കുകയും ലോകത്തിലേക്ക് മൊത്തം കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടിട്ട് ജനങ്ങൾക്ക് യാതൊരു ആവേശവും തോന്നുന്നില്ല എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പ്രതികരണത്തിന്റെ അഭാവത്തിൽ നിന്ന്, ശബ്ദമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായല്ലോ. ഇവിടെ വന്നിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും പണം കൊടുത്ത് കൊണ്ടുവന്നവരാണ്. ഇനി മാനുഫാക്ചറിങ്ങിനെ കുറിച്ചുള്ള ഈ അവകാശവാദങ്ങളുടെ പൊള്ളത്തരം തെളിവ് സഹിതം വ്യക്തമാക്കി തരാം. മോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ വളരെ അംബീഷ്യസ് ആയി മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. അതിന്റെ ലക്ഷ്യം GDP-യിൽ മാനുഫാക്ചറിങ്ങിന്റെ ഷെയർ അന്നുണ്ടായിരുന്ന 17.3% നിന്നും 10 വർഷത്തിൽ 25% എത്തിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിന്റെ ഫലം എന്താണ്? പരിപൂർണ പരാജയമെന്ന് ഒറ്റ വാചകത്തിൽ പറയാം. അതിനുള്ള തെളിവ് എന്താണ്? ഇത് വയറിന്റെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ. 2025ഓടുകൂടി GDP-യിലുള്ള മാനുഫാക്ചറിങ്ങിന്റെ ഷെയർ 25% എത്തിക്കുക എന്നുള്ളതായിരുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിന്റെ ലക്ഷ്യം. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം മാനുഫാക്ചറിങ്ങിന് GDP-യിലുള്ള ഷെയർ അതേപടി തന്നെ നിൽക്കുകയാണ്. ഇനി വളരെ ഡിസ്റ്റിങ്ഷ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്ഥാപനങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ടുകൊള്ളൂ. ഹിൻറിച്ച് ഫൗണ്ടേഷൻ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മോദി സർക്കാരിന്റെ അംബീഷ്യസ് ആയ മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ 2022ഓടുകൂടി ദാരിദ്ര്യം തുടച്ചു നീക്കുകയും ഇന്ത്യക്കകത്തുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ ഇതുവരെ ഈ പ്ലാൻ ഒരു പരിപൂർണ പരാജയമായി മാറുകയാണ് ഉണ്ടായത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തും പറഞ്ഞിരിക്കുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ ഒരു പരിപൂർണ പരാജയമായിരുന്നു എന്നാണ്. ഇനി ലോകപ്രശസ്തമായ ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത് കണ്ടുകൊള്ളൂ.
ദൗർഭാഗ്യവശാൽ ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗിന്റെ ഷെയർ 2013-2014 17.3% തന്നെയാണ് ഇപ്പോൾ 2023-2024 നിൽക്കുന്നത്. ഇനിയും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഏറ്റവും കൺസേണിംഗ് ആയിട്ടുള്ളത്. GDP-യിൽ കയറ്റുമതിയുടെ ഷെയർ വർദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, മറിച്ച് 2013-2014 25.2% നിന്നും 2023-2024 22.7% ഇടിഞ്ഞിരിക്കുകയാണ്. അതായത് എക്സ്പോർട്ടിന്റെ ഷെയർ മോദിയുടെ കഴിഞ്ഞ 10 വർഷത്തിൽ 2.5% ഇടിയുകയാണ് ഉണ്ടായത്. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ എല്ലാം തന്നെ കയറ്റുമതി വർദ്ധിക്കുമ്പോഴാണ് ഇന്ത്യക്ക് ഈ ഗതികേട് ഉണ്ടായിരിക്കുന്നത് എന്ന് ഓർക്കണം. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് വ്യാവസായിക തൊഴിലുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒബ്ജക്റ്റീവും സാധ്യമായിട്ടില്ല. അതിന്റെ തെളിവാണ് കുത്തനെ ഉയരുന്ന തൊഴിലില്ലായ്മ നിരക്ക്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലുള്ള അതീവ ഗുരുതരമായ തൊഴിലില്ലായ്മ നിരക്ക്. വേൾഡ് ബാങ്കിന്റെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും കൺസൾട്ടന്റ് ആയിരുന്ന വളരെ മികച്ച എക്കോണമിസ്റ്റായ SA അയ്യർ 2013 ജൂൺ 2 ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഴുതിയ ഈ ആർട്ടിക്കിൾ കണ്ടോ? ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ. പക്ഷേ ഇന്ത്യ ചൈനയുമായി 29 ബില്യൺ ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വളരെ അലട്ടിയിരുന്നു. ചൈനയുടെ ധനമന്ത്രിയുമായുള്ള തന്റെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഈ ഡെഫിസിറ്റ് പരിഹരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു എന്ന്. 2013 ഇന്ത്യക്ക് ചൈനയുമായുള്ള വ്യാപാര കമ്മി വെറും $29 ബില്യൺ ആയിരുന്നപ്പോൾ ലോകം മൊത്തം ആരാധിക്കുന്ന എക്കോണമിസ്റ്റായ ഡോക്ടർ മൻമോഹൻ സിംഗ് അതിൽ വളരെ കൺസേൺഡ് ആയിരുന്നു. അത് പരിഹരിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ചൈനയുമായി ഏതാണ്ട് $100 ബില്യൺ വ്യാപാര കമ്മിയാണ് ഇന്ത്യക്കുള്ളത്. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടോ? 2024-2025 വെറും $14.25 ബില്യൺ കയറ്റുമതി മാത്രമാണ് ഇന്ത്യ ചൈനയിലേക്ക് നടത്തിയത്. അത് തന്നെ 2023-2024 ഉണ്ടായിരുന്ന $16.66 ബില്യൺ നിന്നും 14.4% കുത്തനെയുള്ള ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് മോദിയുടെ ഭരണത്തിന് കീഴിൽ ഓരോ വർഷവും ഇന്ത്യയുടെ ഗതി അധോഗതിയിലേക്ക് പോവുകയാണ് എന്ന് സാരം. ഇന്ത്യ വെറും $14 ബില്യൺ സാധനങ്ങൾ മാത്രം ചൈനയിലേക്ക് കയറ്റി അയച്ചപ്പോൾ 2024-2025 ചൈനയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തത് $113.45 ബില്യൺ സാധനങ്ങളാണ്. അത് തലേ വർഷത്തെ $101.73 ബില്യൺ ഇറക്കുമതിയിൽ നിന്നും 11.5% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ചൈനയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കമ്മി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമായ $99.2 ബില്യൺ, അതായത് ഏകദേശം $100 ബില്യൺ എത്തിയിരിക്കുകയാണ്. എല്ലാ റെക്കോർഡുകളും ഭേദിച്ചിരിക്കുന്നു. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഇറക്കുമതി കുതിക്കുകയും കയറ്റുമതി കുറയുകയും മറ്റ് രാജ്യങ്ങളിലെ ആശ്രയിക്കുന്നത് വർദ്ധിക്കുകയും ചെയ്യുകയാണ് എന്ന്. ഇനി അന്താരാഷ്ട്ര മാധ്യമമായ റോയിറ്റേഴ്സിലും ഇതുതന്നെ പറഞ്ഞിരിക്കുന്നു. ചൈനയുമായുള്ള ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് 99.2 ബില്യണിൽ എത്തിയിരിക്കുകയാണ് എന്ന്. 100% വിശ്വാസ്യമായ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നുമുള്ള തെളിവുകൾ കാണിക്കാൻ കാരണം ഈ പറയുന്നത് 100% ശരിയാണ് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചൈനയിൽ നിന്നും ഇലക്ട്രോണിക് സാധനങ്ങളുടെയും കൺസ്യൂമർ ഗുഡ്സുകളുടെയും ഇറക്കുമതി കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാർച്ചിൽ മാത്രമായി ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ 25% വർധനമാണ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്ട്രി ഇറക്കിയ ഡേറ്റയിൽ പറഞ്ഞിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ 12 മാസങ്ങളിൽ 113.5 ബില്യണിലേക്ക് കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് മോദി സർക്കാരിന്റെ തന്നെ ഡേറ്റയെ ആധാരമാക്കിയാണ് ഇവർ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് അതേസമയം ചൈനയിലേക്കുള്ള കയറ്റുമതി 14% ഇടിഞ്ഞ് കഴിഞ്ഞ മാർച്ചിലെ വെച്ച് നോക്കുമ്പോൾ 1.5 ബില്യണിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഇത് ഇന്ത്യക്കുള്ള ഒരു വെയ്ക്കപ്പ് കോളാണ്. കാരണം മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന വലിയ ഒരു ഗതികേടിലാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്നത്. തുടർന്ന് പറഞ്ഞിരിക്കുന്നു 2013-2014 വളരെ കുറവാണ് ചൈനയിലേക്കുള്ള ഇപ്പോഴത്തെ ഇന്ത്യയുടെ കയറ്റുമതി. അത് വീണ്ടും ഈ സാമ്പത്തിക വർഷം 20% കൂടി ഉയരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഉള്ളത്. ഇപ്പോൾ മന്ദഭക്തർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അവകാശവാദങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും ഇതെല്ലാം തെറ്റാണ്, ഡേറ്റ തെറ്റാണ്, മോദി വിളിച്ചു പറയുന്നത് മാത്രമാണ് ശരി
എന്ന് വിശ്വസിക്കാൻ മാത്രമേ അവർക്ക് അറിയൂ എന്നുള്ളതാണ് അതീവ സങ്കടകരമായ കാര്യം. കഴിഞ്ഞ 11 വർഷത്തെ മോദി ഭരണം രാജ്യത്തെ സർവ്വ മേഖലയിലും പിന്നോട്ട് അടിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?